തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ വരെ മത്സരിച്ച് ശ്രദ്ധേയനായ ഒരാളുണ്ട്. ഇതുവരെ ഒരു മത്സരം പോലും ജയിക്കാനായിട്ടില്ലെന്ന് മാത്രമല്ല, കെട്ടിവെച്ച കാശ് പോലും തിരികെ കിട്ടിയിട്ടില്ല. ഇത്തരത്തിൽ 1 കോടി രൂപയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹം നൽകിയിട്ടുണ്ട്. തോറ്റാണ് മത്സരമെങ്കിലും ചില അപൂർവ റെക്കോർഡുകൾ ഇദ്ദേഹത്തിന് സ്വന്തമാണ്. കണ്ണൂർ കുഞ്ഞിമംഗലത്ത് നിന്ന് സേലത്തേക്ക് ചേക്കേറിയ കെ കുഞ്ഞമ്പു നായരുടെയും ശ്രീദേവി അമ്മയുടെയും മൂത്ത മകനായ പത്മരാജൻ്റേതാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ വ്യത്യസ്ത കഥ. 1988 തമിഴ്നാട്ടിലെ മേട്ടൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരുന്നു പത്മരാജന്റെ കന്നി മത്സരം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ നിന്ന് തോറ്റ പത്മരാജന് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. എവിടെയൊക്കെ മത്സരിച്ചോ അവിടെയൊക്കെ തോറ്റു. ചിലപ്പോഴൊക്കെ 1-2 മണ്ഡലങ്ങളിൽ ഒരുമിച്ച് തോറ്റു. ചിലയിടത്ത് വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ നാമനിർദ്ദേശ പത്രിക തന്നെ തള്ളി. ഇത്തരത്തിൽ 252 തെരഞ്ഞെടുപ്പുകളിലെങ്കിലും പത്മരാജൻ മത്സരിക്കുകയോ നാമനിർദ്ദേശ പത്രിക നൽകുകയോ ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയ്ക്കെതിരെ 3 തവണയാണ് പത്മരാജൻ മത്സരിച്ചത്. എം കരുണാനിധി, HD കുമാരസ്വാമി, എടപ്പാടി കെ പളനിസ്വാമി, MK സ്റ്റാലിൻ എന്നിവർക്കെതിരെയും മത്സരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ കെ കരുണാകരൻ, AK ആന്റണി, പിണറായി വിജയൻ തുടങ്ങി SM കൃഷ്ണ, BS യെദ്യൂരപ്പ, ജഗദീഷ് ഷട്ടർ, ചന്ദ്രശേഖർ റാവു, ബസവരാജ് ബൊമ്മെ, YS രാജശേഖര റെഡ്ഡി, ജഗൻമോഹൻ റെഡ്ഡി എന്നിവർക്കെതിരെയും നോമിനേഷൻ കൊടുത്തു. പ്രധാനമന്ത്രിമാരായ അടൽ ബിഹാരി വാജ്പേയി, PV നരസിംഹറാവു, മൻമോഹൻ സിംഗ്, നരേന്ദ്രമോദി എന്നിവർക്കെതിരെയും സ്ഥാനാർത്ഥിയായി. പത്രിക തള്ളുമെന്ന് ഉറപ്പുണ്ടായിട്ടും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭാ തെരഞ്ഞെടുപ്പുകൾ പോലും പത്മരാജൻ ഒഴിവാക്കിയിട്ടില്ല. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് KR നാരായണൻ, APJ അബ്ദുൽ കലാം, പ്രതിഭ പാട്ടീൽ, പ്രണബ് മുഖർജി, രാംനാഥ് കോവിന്ദ്, ദ്രൗപദി മുർമു എന്നിവർക്കെതിരെയും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മുഹമ്മദ് ഹമീദ് അൻസാരി, കൃഷ്ണകാന്ത്, ഭൈരോൺ സിംഗ് ഷെഖാവത്ത്, വെങ്കയ്യ നായിഡു, ജഗദീപ് ധൻഖർ എന്നിവർക്കെതിരെയും നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. 1996 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളം, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി സംസ്ഥാനങ്ങളിലായാണ് പത്മരാജൻ പത്രിക സമർപ്പിച്ചത്. എല്ലാ പത്രികയും അന്ന് സ്വീകരിക്കപ്പെട്ടില്ല. വിഷയം കോടതി കയറി. അങ്ങനെ ഒരാൾക്ക് 2 സംസ്ഥാനത്ത് മാത്രമേ പത്രിക നൽകാനാവൂ എന്ന പുതിയ ഉത്തരവും ഇറക്കേണ്ടി വന്നു. ഇങ്ങനെ തോൽവി മാത്രമാണ് സമ്പാദ്യമെങ്കിലും ഇലക്ഷൻ കിങ് എന്ന വിളിപ്പേര് പത്മരാജൻ സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ് ഉൾപ്പെടെ നേട്ടങ്ങൾ സ്വന്തം. ഇക്കാലത്തിനിടെ ഏറ്റവും കൂടുതൽ ചിഹ്നങ്ങളിൽ മാറി മത്സരിച്ച സ്ഥാനാർത്ഥിയും മറ്റാരുമല്ല. 2011 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പത്മരാജനെ അതിശയിപ്പിച്ചത്. മേട്ടൂരിൽ മത്സരിച്ച പത്മരാജൻ അന്ന് 6273 വോട്ടുകളാണ് നേടിയത്. അതാണ് ഏറ്റവും വലിയ വോട്ട് നേട്ടം. മേട്ടൂരിൽ ടയർ റീസോളിംഗ് സ്ഥാപനം നടത്തുന്ന പത്മരാജൻ 67 വയസ്സിലും പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ല. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. TVK നായകനും നടനുമായ വിജയ്ക്കെതിരെ മത്സരിക്കാനാണ് തീരുമാനം. ജയവും തോൽവിയുമല്ല, രാജ്യത്തെ ഏതൊരു പൗരനും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകാം എന്നൊരു പ്രഖ്യാപനം മാത്രമാണ് പത്മരാജൻ്റെ സ്ഥാനാർത്ഥിത്വം.